ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പി ഒന്നല്ല, നമ്മൾ എല്ലാവർക്കും മുഖത്തെ കരുവാളിപ്പും അല്ലെങ്കിൽ മുഖത്ത് വെയിലൊക്കെ പുറത്തേക്ക് പോയിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന കരുവാളിപ്പുണ്ടല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള കടകളിൽ നിന്നുള്ള ക്രീമൊന്നും വാങ്ങിച്ച് തേക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ വളരെ ശുദ്ധമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഓയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ 3 കഷ്ണം ക്യാരറ്റ് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. തൊലി വേണ്ട, അപ്പൊ തൊലി നമ്മൾ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രേറ്ററിൽ ഏറ്റവും ചെറിയ ഹോൾ ഉണ്ടല്ലോ, അതിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് മതി. നമ്മൾ വീട്ടിൽ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അത് ഇല്ലെങ്കിൽ പാക്കറ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പൊ അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതൊരു ചട്ടിയിലേക്ക്, നല്ല കറി വെക്കുന്ന ചട്ടിയൊന്നും വേണ്ട, വേറൊരു ചട്ടി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അതൊന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് വെന്ത് അതിൻ്റെ നീരൊക്കെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങണം. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ ക്യാരറ്റിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാണ് വേണ്ടത്. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഈ വെളിച്ചെണ്ണ അരിച്ചെടുക്കാം. അതിനുശേഷം ഈ കൊറ്റൻ നമ്മൾ കളയണ്ട കേട്ടോ. ഈ കൊറ്റൻ നമുക്ക് വേറെ ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ നല്ലോണം ഇതിനകത്ത് വെച്ച് കുറച്ച് സമയം വെക്കുക. അപ്പോൾ എല്ലാ വെളിച്ചെണ്ണയും ഊറി ഈ ഗ്ലാസ്സിലേക്ക് വീണോളും. അതിനുശേഷം നമുക്കത് കുപ്പിയിലേക്ക് ആക്കി വെക്കാം. നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് നല്ല അടിപൊളി കളർ വന്നത് കണ്ട, ആ ക്യാരറ്റിൻ്റെ ജ്യൂസൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല ഓറഞ്ച് കളറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊറ്റൻ കളയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു നമ്മൾ തോരനൊക്കെ വെക്കില്ലേ, അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു വഴുതനങ്ങ തോരനാണ് വെക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്ന തോരനിക്ക് ഇത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. വേറെ എണ്ണയുള്ളതിലേക്ക് ആണെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം ഇതൊരു കുപ്പിയിലേക്കാക്കി വെക്കുകയാണ്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഹോളുള്ളൊരു കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഡ്രോപ്പായിട്ട് എടുക്കാം. ഒരു ഡ്രോപ്പ് മതി, നമ്മുടെ മുഖത്ത് തേക്കാനായാലും ഇപ്പോൾ 2 കൈമ തേക്കാനായാലും ഓരോ ഡ്രോപ്പ് എടുത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. കാരണം നമ്മുടെ ക്യാരറ്റിൻ്റെ നീര് ഡയറക്റ്റായിട്ട് എടുക്കുകയാണല്ലോ, അപ്പോൾ അത് കേടായി പോകും.